നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്നെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടു, സംസാരിച്ചു, മനസ്സിലൊരു ഇഷ്ടം തോന്നി. പക്ഷെ ഇപ്പോ ആ കുട്ടീനെ ഒഴിവാക്കുക ചേച്ചി. വീട്ടുകാരറിയുന്നു, വീട്ടിൽ പ്രശ്നമാവുന്നു, കാണാൻ വരരുത്, സംസാരിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയുന്നു. എനിക്കതിൽ വലിയ വിഷമമുണ്ട് ചേച്ചി. ചേച്ചി പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം. ദേവിയെ ധ്യാനിക്കാം, ദേവിയുടെ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കാം. ഞാനിതൊക്കെ ചെയ്താൽ അവളുടെ മനസ്സ് മാറുമോ ചേച്ചി? ഞാൻ വരാം ചേച്ചി, അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അവളുടെ മനസ്സ് മാറിയാലും മാറിയില്ലെങ്കിലും ഞാൻ ദേവിയെ വണങ്ങാൻ ചേച്ചി. No sir, we have to complete the order within 15 days. Otherwise there will be huge loss for our company. I will call you after some time. ആര്? കമ്പനി ഹെഡ് ഓഫീസിലെ GM ആണ്. നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ജനറൽ മാനേജരും ബ്രാഞ്ച് മാനേജർമാരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും ഒക്കെ ഓരോരോ കാര്യത്തിനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഫോൺ വഴി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. എത്രയും വേഗം ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഒരു കാര്യം ചെയ്, തമ്പിയേട്ടൻ പോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോ. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നീക്കിക്കോളൂ. ശ്രീ, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. ഞാൻ മാത്രം പോയതുകൊണ്ട് കാര്യമുണ്ടോ? സൈൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്, ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യും? നീയും വന്നേ പറ്റൂ. നീ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവൂ. തമ്പിയേട്ട, പഴയ കാലമൊന്നും അല്ലല്ലോ. എന്ത് കാര്യത്തിനും ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ഒപ്പുകളൊക്കെ ഡിജിറ്റൽ സൈനായി ഞാൻ ഓൺലൈനിൽ ചെയ്തോളാം. ക്യാഷ് ട്രാൻസാക്ഷനും അങ്ങനെയൊക്കെ ചെയ്യാലോ. എന്തായാലും എനിക്ക് സന്ദീപിനേക്കാൾ വലുതല്ല ഇതൊന്നും. അവനെയും കൂട്ടിക്കൊണ്ടേ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഉള്ളൂ. അല്ല ശ്രീ, അവൻ ഇത്രയ്ക്ക് കടമ്പിടുത്തം പിടിച്ചു നിൽക്കുമ്പോ അതങ്ങ് സമ്മതിച്ചു കൊടുത്തൂടെ? ഏത്? ആ പൂക്കാരി പെൺകുട്ടിയായിട്ടുള്ള വിവാഹേ. അതിനു വേണ്ടിയിട്ടല്ലേ അവനിങ്ങനെ ശാഠ്യം പിടിച്ചു നിൽക്കുന്നത്? ഇല്ല തമ്പിയേട്ട, അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇന്നവൻ അതിനു വേണ്ടി ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ, അല്ലെങ്കിൽ ഇതിലും കൂടിയ അളവിൽ നാളെ ഒരിക്കൽ ഇതിന്റെ പേരിൽ അവൻ ദുഃഖിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അറിഞ്ഞു വെച്ചോണ്ട് നമ്മൾ എന്തിനാ അതിന് കൂട്ടു നിൽക്കുന്നത്? പക്ഷേ അവൻ ഇത്രയ്ക്ക് നിർബന്ധം പിടിക്കുമ്പോ നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത്? ഇല്ലമ്മേ, ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല. ആ ദയയുടെ വിചാരത്തിൽ നിന്ന് അവൻ മുക്തനായി വന്നില്ലേ? എത്ര നാളാ അവൻ എല്ലാം മുടക്കി മുറിക്കകത്ത് അടച്ചിരുന്നത്? അവൻ അതൊരു വലിയ ഷോക്കായിരുന്നില്ലേ? അതിൽ നിന്ന് അവൻ മനസ്സു മാറി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും അവനെ രക്ഷിച്ചെടുക്കാൻ കഴിയും. അന്ന് അവനോട് സഹകരിച്ച് സ്നേഹിച്ച് കൂടെ നിന്ന ഞാൻ അവനെ നേരെയാക്കി എടുത്തത്. അതുപോലെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് അവന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. തമ്പിയേട്ടൻ പോകാൻ ഒരുങ്ങിക്കോളൂ. വർഷയ്ക്കും മല്ലികയ്ക്കും തമ്പിയേട്ടനോടൊപ്പം പോവാം. ഇല്ല, ഞാൻ പോകുന്നില്ല. ശ്രീകല ചേച്ചിയോടൊപ്പം ഞാനിവിടെ നിൽക്കാം. എന്താ ഏതെന്നറിയാതെ മടങ്ങുന്നത് ശരിയല്ലല്ലോ. ഞാനും പോകുന്നില്ല. അച്ഛന് പോയിട്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് അച്ഛൻ പോയിക്കോട്ടെ. ശ്രീകലാമ്മയ്ക്കൊപ്പം ഞാനും ഇവിടെ നിൽക്കാം. ഞാൻ ആരെയും ഓടിച്ചു വിടാനോ പിടിച്ചു നിർത്താനോ ഉദ്ദേശിക്കുന്നില്ല. നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിൽക്കാം, പോണോന്നുള്ളവർക്ക് പോകാം. എല്ലാം അവരവരുടെ തീരുമാനം. എന്തെങ്കിലും മാറ്റമുണ്ടോടാ? ദേവൂട്ടിനെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ചിന്തകള്? ഇതുവരെ അങ്ങനെ ഒരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, എപ്പോഴെങ്കിലും ദേവൂട്ടിയെ മറന്നൂടെ
വേറെ ആരെങ്കിലും ആലോചിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചാ അപ്പൊ തുടങ്ങും പറഞ്ഞു.